വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു വിശേഷപ്പെട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോണത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലം. ഇത് നമ്മുടെ പാലി ജോധ്പൂർ ഹൈവേയിൽ തന്നെയാണ്. പാലിയിൽ നിന്ന് 20 കിലോമീറ്റർ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഒരു 52 കിലോമീറ്റർ ആണ് ജോധ്പൂർക്കുള്ളത്. ഓം ബന്ന ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ബുള്ളറ്റ് ബാബ ഷ്രൈൻ. അവിടെ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് അവിടുത്തെ പ്രതിഷ്ഠ. നോക്കാം. ധാരാളം വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതാ അവിടെ ജനങ്ങൾ ഇങ്ങനെ നിറച്ചുണ്ട്. ഫ്രണ്ടിലൊക്കെ നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ കുടിവെള്ളത്തിൻ്റെ ഇതാണ്. അവിടെ ജയ് ശ്രീ ഓം ബന്ന സ്ഥാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ പുണ്യതീർത്ഥം എന്നൊക്കെയാണ് എഴുതിയിരിക്കണേ. വെറുതെ കുടിവെള്ളമല്ല, പുണ്യതീർത്ഥാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്നാണ് കേട്ടത്. അപ്പോൾ നോക്കട്ടെ. ഇവിടെ പ്രതിമയും അതുപോലെ ചിത്രമൊക്കെ ഉള്ളത് ഓം സിംഗ് റാത്തോർ എന്നറിയപ്പെടുന്ന ഓം ബന്നയുടെയാണ്. സ്ത്രീകൾ അടക്കം അവിടെ തിങ്ങിക്കൂടുന്നുണ്ട് ദർശനത്തിനായിട്ട്. സെൽഫികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടുത്തെ ദർശനം, എന്താണ് ഇവിടുത്തെ പൂജ, നേദ്യം എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ നേദ്യം അല്ലെങ്കിൽ നിവേദിക്കുന്ന സംഭവം. ഇതാണ് ഓം ബന്നയുടെ പ്രതിഷ്ഠ. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബ്രാൻഡിയോ വിസ്കിയോ എന്താണെന്നറിയില്ല, ആൽക്കഹോളാണ്. ഒഴിക്കുന്നുണ്ട്, തൊട്ടുമുത്തുന്നുണ്ട്, മാല ചാർത്തുന്നുണ്ട്. എല്ലാവരും ക്യൂ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സംഭവമാണ്. അപ്പം ഇത് ദർശനത്തിൻ്റെ ആദ്യപടിയായിട്ടുള്ളൂ. ഇനി ഇതിന് ചുറ്റും ചുറ്റമ്പലത്തിൽ നടക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ നമുക്ക് കാണാം യഥാർത്ഥ പ്രതിഷ്ഠ എന്താണെന്നുള്ളത്. ബുള്ളറ്റ് ബാബ, ബുള്ളറ്റാണ് ഇവിടുത്തെ ദൈവം. അപ്പോൾ അതിന് മുൻപിലാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓം ബന്നയുടെ പടങ്ങളൊക്കെ ഇവിടെ മാലയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഒരു ചുള്ളൻ ചക്കനായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്തക്കാലത്ത് വലിയ റൈഡറൊക്കെ ആയിരുന്നു. ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ 1988 അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചു. അദ്ദേഹത്തിന് ബുള്ളറ്റാണ് ഇത്. റോയൽ എൻഫീൽഡ് 350cc 777. ബുള്ളറ്റ് എല്ലാ ദിവസവും നേരം വിളിക്കുമ്പോൾ കസ്റ്റഡിയിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെയാണ് അപകട സ്ഥലം. അപ്പോൾ പിന്നെ ഇവിടെ അമ്പലമായി, ആചാരങ്ങളായി, ജനക്കൂട്ടായി, കാശായി, അടിപൊളി. എന്തായാലും വിചിത്രമായൊരു സ്ഥലമാണ് കേട്ടോ. ഈ മന്ദിർ എന്ന് എഴുതി വെച്ചിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും സന്ദർശിക്കാനും ദർശനത്തിന് തൊട്ടുമുത്താനും വണങ്ങാനും ഒക്കെ ധാരാളം മനുഷ്യരുണ്ട്. അതുപോലെ ഒരു ഫുൾ ടൈം പൂജാരി ഉണ്ട് ഇപ്പോൾ ഇവിടെ. 20 വർഷമായി ഇത് മന്ദിർ വെച്ചിട്ട് ഇത്രേ. അപ്പം നല്ല വരുമാനമുണ്ട്. ഒരു പ്രതിമ, അദ്ദേഹം കുതിരപ്പുറത്തിരിക്കുന്ന വീരശൂരനായിട്ടിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. ആളുകൾ തൊട്ടുമുത്തുന്നത് കാണാം. അതുപോലെ ഇത് വേറൊരു സംഭവം കണ്ടത്, ഇവിടെ പൂജാദ്രവ്യങ്ങൾ പലതുണ്ടെങ്കിലും ആൽക്കഹോളാണ്. എല്ലാവരും കുപ്പിയും കൊണ്ട് വരുന്നുണ്ട് മെജോറിറ്റി. ഇപ്പോൾ അത് ആളുടെ വായയിൽ, പ്രതിമയുടെ വായയിൽ മാത്രമല്ല തീയിൽ ഒഴിച്ചിട്ട് വല്ല മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണാവോ നെയ്യ് ഒഴിച്ചിട്ടൊക്കെ തീ ജ്വലിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ആൽക്കഹോൾ ഒഴിച്ച് ബ്രാൻഡി വിസ്കിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കാണ്. അതുപോലെ ഇത് ഞാൻ വിചാരിച്ചു നെയ്പാത്രങ്ങളാണ്, നെയ്പാട്ടകളാണെന്ന്. പക്ഷെ നോക്കിയപ്പോഴാണ് ഇത് കാശിടണ പെട്ടികളാണ്. ഇതിൽ ഫുള്ള് കാശ് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു ബിസിനസ്സായി. ഓം ബന്നയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ ഫാമിലി നന്നായി മുന്നോട്ട് നീങ്ങുന്നുണ്ടാവും. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ബിസിനസ് മോഡൽ. ഇതിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളും. ആ വയസ്സായ ആളുടെ നിപ്പിൽ എനിക്ക് ചെറിയ സംശയം ഉണ്ട് കേട്ടോ. പുള്ളി ആ കുപ്പി കൊണ്ട് വെള്ളർക്ക് നിൽക്കണ പോലെ ഉണ്ട്. എന്തിനാടാ മോനെ വെറുതെ ഒഴിച്ചു കളയണത് എന്നുള്ള മട്ടിലാണ് പുള്ളിയുടെ നോട്ടം. അപ്പം ഇതിൻ്റെ ഒരു രഹസ്യം നമുക്ക് പിടുത്തം കിട്ടിയില്ല. ബുള്ളറ്റും ആക്സിഡൻറ്റും ഒക്കെ മനസ്സിലായി. ഇത് ഈ പുള്ളി വലിയ കുടിയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളെ കുടിപ്പിച്ച് പ്രസാദിപ്പിക്കുകയാണോ എന്നറിയില്ല. അതോ ഇനി കുടി നിർത്താനായിട്ടുള്ള വല്ല നേർച്ചയാണോ എന്നറിയില്ല. എന്തായാലും വളരെ വളരെ വിചിത്രമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും നേർച്ചയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് സ്ട്രാറ്റജികളുണ്ട്. അതായത് ട്രാവലേഴ്സ് ഈ വഴി പോകുമ്പോൾ ഇവിടെ കയറി ഒന്നും തൊഴുതില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഇനി നിർത്താൻ തീരെ സമയമില്ലെങ്കിൽ ഒന്ന് ഹോണടിച്ച് പുള്ളിനെ ഓണറെങ്കിലും ചെയ്യണത്ര. എന്തായാലും വിശ്വാസങ്ങളിലാണല്ലോ കച്ചവടത്തിൻ്റെ കാതൽ. അപ്പോൾ നമുക്ക് ഇവിടെ നീങ്ങാം. ഈ ബുള്ളറ്റ് ബാബ ഷ്രൈൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് എൻ റൂട്ട് ഒന്ന് കണ്ടുപിടിച്ച സാധനമാണ്. അത് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഈ ബുള്ളറ്റ് ബാബ ഷ്രൈൻ എന്ന് കേട്ടപ്പോൾ ഒന്ന് മാപ്പിൽ കണ്ടപ്പോൾ ഒന്ന് ചവിട്ടി. ഇവിടെ ഗംഭീരമായിട്ടാണ്, സെലിബ്രേഷൻ പോലെയാണ് നടക്കുന്നത്. ഇത് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1988 ഓം സിംഗ് റാത്തോർ, അപ്പോൾ ബന്ന സാഹിബ് എന്ന് പറയുന്ന ആള് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടി ഇടിച്ച് ഇവിടെ വെച്ച് ഒരു മരത്തുമ്പോൾ പോയി ഇടിച്ച് 350cc ബുള്ളറ്റ് ആയിരുന്നു, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആയിരുന്നു. ഒരു മരത്തുമ്പോൾ പോയി ഇടിച്ചിട്ട് ക്രാഷായി പുള്ളി സ്പോട്ടിൽ പോയി.
അപ്പോൾ പോലീസ് കേസെടുത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി ബുള്ളറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം ബുള്ളറ്റ് തിരിച്ചിവിടെ എത്തി. അത് കഴിഞ്ഞ് പോലീസ് പിന്നെയും അതെടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം ബുള്ളറ്റ് തന്നെ, കാലത്ത് എൻ്റെ ബുള്ളറ്റ് ഇവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ കഥ പറയണത്. അങ്ങനെ ഈ ബുള്ളറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണില്ല. അപ്പോൾ ഇവിടെ അതിനൊരു അമ്പലം പണിത് അതിനെ പ്രതിഷ്ഠിച്ചു. ഗംഭീര കഥ അല്ലേ? ഉണ്ട് ഫസ്റ്റ് നമ്മുടെ പഴയ സ്പ്ലെൻഡർ, പഴയ സ്പ്ലെൻഡർ വെച്ചിട്ട് ഒരു സെറ്റപ്പ് ആക്കിയാല് നല്ലൊരു ബിസിനസ് ആയിരിക്കും. കാരണം മൊത്തത്തിലൊരു ബിസിനസ് മോഡൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് കിട്ടും. സാമ്പിളാണ്. കാരണം ഇതിന് ചുറ്റും പാട്ടകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ തീ ഇങ്ങനെ ജ്വലിപ്പിക്കാനുള്ള ഓയില നെയ്യ് എന്തെങ്കിലും ആയിരിക്കും. സാധാരണ അമ്പലങ്ങളിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് നോക്കിയപ്പോൾ അത് ഫുള്ള് നേർച്ചക്കാശാണ്. വലിയ ബോക്സുകൾ, ഒരു 19 ബോക്സുകൾ നിറയെ പൈസ നിറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ നല്ല വരുമാനമുള്ള ഒരു പരിപാടിയാണിത്. പിന്നെ മിത്തും ചരിത്രവും കഥയും ഒക്കെ കൂട്ടി മെനഞ്ഞിട്ട് ഇപ്പൊ പറയണത് ജോധ്പൂര് അല്ലെങ്കിൽ ഈ റൂട്ടിൽ പോകുന്നവരൊക്കെ ഇവിടെ ഒന്ന് കയറി തൊഴുതിട്ട് പോകണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ബിലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ലോക്കൽസ് ആണ് അധികവും, ട്രാവലേഴ്സിനെ അല്ല അങ്ങനെ കണ്ടത്. വളരെ നാട്ടുകാര്, സ്ത്രീകളടക്കം വന്ന് ഈ ആൽക്കഹോളിലൊക്കെ ഒഴിക്കുന്നത് ഭയങ്കര ഭക്തിയോടെ. ചിലർ ആൽക്കഹോൾ ഒഴിച്ചിട്ട് അത് തൊട്ട് മുത്തുന്നുണ്ട്. നക്കണുണ്ടോന്ന് അറിയില്ല. അങ്ങനെ പിന്നെ അപ്പുറത്തെ ബുള്ളറ്റ് അതാണ് അവിടുത്തെ പ്രതിഷ്ഠ. ബാബ ആ ബുള്ളറ്റിന് ആൾക്കാരെ തൊട്ടുമുത്തുണ്ട്. അതെ, ബുള്ളറ്റിന് തൊട്ടുമുത്തുണ്ട്. എന്താണല്ലേ, രസാണ്. അപ്പോ ഈ ഭക്തി ഭ്രാന്തിന്റെ വിവിധ അവസ്ഥാന്തരങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഭക്തിക്കും വിവിധ അവസ്ഥാന്തരങ്ങൾ ഉണ്ടല്ലോ. എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് നോക്കി പഠിച്ചാൽ മാത്രം മതി, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും. അപ്പോൾ ബുള്ളറ്റ് ബാബയുടെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രസമായിട്ട് മുന്നോട്ട് പോയി. സമയം പോയി അറിഞ്ഞില്ലേ, 1.25 മണിക്കൂറെ കാണിച്ചത്. പക്ഷെ പെട്ടെന്ന് എത്തിയ പോലെ ഇതാ ജോധ്പൂരിൻ്റെ ഔട്ട്സ്കേർട്ടിൽ എത്തി നമ്മൾ. ജോധ്പൂർ ഇസ് ദ ബ്ലൂ സിറ്റി, സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ്. നമ്മൾ ഇന്ന് മാത്രമാണ് ജോധ്പൂർ, നമുക്ക് ഇന്ന് നൈറ്റ് ഒരു സ്റ്റേ ഉള്ളൂ. എന്നാലും നമ്മൾ ഒന്ന് കറങ്ങണം. ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ ദേശീയ പതാക നല്ല സ്റ്റൈലായി പാറുന്ന ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള കെട്ടിടമാണ്, വിത്ത് എ ക്ലോക്ക് ടവർ. അപ്പോൾ ഒരു റെഡ് തീമിലാണ് ഇപ്പോൾ കാണുന്ന കെട്ടിടങ്ങളൊക്കെ. ബ്ലൂ സിറ്റി എന്ന പേരുണ്ടെങ്കിലും ഇപ്പോൾ സിറ്റിയുടെ ഒരു മെയിൻ ഹബ്ബാണിത്. ജോധ്പൂർ നഗരം സ്ഥാപിച്ചത് 1459 റാവു ജോധ രാജ്പുത് രാത്തോർ വംശത്തിലെ രാജാവായിരുന്ന അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ആദ്യം കിങ്ഡം ഓഫ് മാർവാർ എന്നറിയപ്പെട്ടിരുന്ന ഈ മാർവാറിൻ്റെ തലസ്ഥാനമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇപ്പോഴും രാജസ്ഥാനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. ജോധ്പൂര് കോട്ടകൾക്ക് മാത്രമല്ല, ഹാൻഡിക്രാഫ്റ്റ്സിനും അതുപോലെ ഈ ടെക്സ്റ്റൈൽ പ്രിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വളരെ അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇതൊരു ഇവിടുത്തെ ഏറ്റവും പഴയ കൃഷ്ണക്ഷേത്രമാണ്. ഠാക്കൂർജി ശ്രീ രാജ് രച്ചോടി ടെമ്പിൾ എന്നാണ് അതിൻ്റെ പേര്. ജോധ്പൂരിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ നേരത്തെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൊതുവെ ട്രാവലേഴ്സ് ചെയ്യുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. ഫ്രണ്ടിൽ തന്നെ കുറേ ബൈക്ക് ഫോർ റെൻറ്റ് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് പെർ ഡേ റെൻറ്റിന് എടുക്കാം, പെർ അവർ റെൻറ്റിന് എടുക്കാം. അപ്പോൾ അതെടുത്തിട്ട് എല്ലാവരും പോരുന്നൊരു വഴിയാണത്. ഇത് നമുക്ക് ഗണ്ടാഗർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്, ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നാൽ നമുക്ക് മെഹ്റാൻഗഡ് ഫോർട്ട്, ജോധ്പൂരിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർട്ടാണത്. അവിടേക്കൊക്കെ ഉള്ളൊരു വഴിയാണിത്. തിരക്കാണത്. നല്ല സമയം, വൈകുന്നേരത്തിൻ്റെ നല്ല തിരക്ക്. മാറിയിട്ടില്ല ജോധ്പൂർ, ഇതുപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ഞാൻ വന്ന കാലത്ത് ഹോസ്റ്റിനൊരു 3 മാസം ഇവിടെ നിന്ന് ബിക്കാനീർ ഭാഗത്തും ഇവിടെയൊക്കെ ഒന്ന് സോളോ ആയിട്ട് അലഞ്ഞു നടന്നിരുന്നു. കുറച്ച് ഫ്രീലാൻസ് വർക്കും യാത്രയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ലോക്കലാണ് അല്ലേ? ലോക്കൽ ഗൈഡ് मैं लोकल गाइड हो लोकल ड्राइविंग. മാർക്കറ്റിന്റെ ഒരു വഴിയോര കച്ചവടമൊക്കെ ഇങ്ങനെ പൊടിയാണ്. പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സമയം 5:15, നല്ല സമയമാണ്. സാദർ മാർക്കറ്റിനുള്ളിൽ കടക്കാൻ പറ്റിയ സമയമാണ്. 5:15 ഇങ്ങനെ ഓഫീസുകളൊക്കെ കഴിഞ്ഞ് വീടുകളിലേക്കുള്ള ഓട്ടം, ജീവിത പാച്ചലുകളാണല്ലോ. അപ്പോൾ നല്ല തിരക്കാണ്. പാർക്കിംഗ് ഒക്കെ കിട്ടുമോ? അപ്പോൾ എന്തായാലും നോക്കാം.
പ്രശ്നമൊന്നുമില്ല. ഇതോട്ട് പോട്ടെ ഇതൊന്നും നോക്കണേ. നമ്മളിവിടെ സാധനം വാങ്ങുന്ന ആൾക്കാര് ഉള്ളിലേക്ക് നമ്മൾ നേരെ ഡയറക്റ്റ് ഡ്രൈവ് ഇൻ മാർക്കറ്റാണ് ആയിട്ട് നമ്മളിങ്ങനെ വരുന്നത്. ഓട്ടോറിക്ഷക്കാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നീയാണല്ലോ ലോക്കൽ ഗൈഡ്. ആ ബോലിയെ ആ ഗൈഡ് കീജിയെ ഹമേ ദാ കാണുന്നു മെഹ്റാൻഗഡ് മെഹ്റാൻ കോട്ട. ആഹാ, ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ മെഹ്റാൻഗഡ് കോട്ട എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ആൻഡ് മെജസ്റ്റിക് ആയിട്ട് ഈ ജോധ്പൂർ നഗരത്തിന്റെ ഒരു മകുടം പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ അടുത്ത് ഫോർട്ട് വ്യൂവിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പോൾ ഈ ഘണ്ടാഗർ എന്ന് പറയുന്നത് ജോധ്പൂരിന്റെ ഏറ്റവും തിരക്ക് പിടിച്ച സർദാർ മാർക്കറ്റിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഒരു കൊളോസൽ ലുക്കാണ് ശരിക്കും. നല്ല ജോധ്പൂർ റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് 5 നിലകളിലായിട്ട് 95 അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതിന്റെ നല്ല പ്രിസിഷനിലാണ്, ഇപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. 8 മണി വരെ ഓപ്പൺ ആണ്. ഇപ്പൊ ഇതിന്റെ മുകളിൽ കയറി ഏറ്റവും ടോപ്പിൽ നിന്ന് ജോധ്പൂർ നഗരത്തിന്റെ നല്ലൊരു കാഴ്ച, അതുപോലെ മെഹ്റാൻഗഡ് കോട്ടയുടെ ഒരു കാഴ്ചയും കിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന് ചുറ്റും നടക്കാം. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു ഈവനിങ് ഏറ്റവും തിരക്കുള്ള മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിലും ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു ശാന്തത ഇതിന് ചുറ്റും നമുക്ക് തോന്നുന്നുണ്ട്. ഇത് പണിതിട്ടുള്ളത് ബ്രിട്ടീഷ് രജപുത്ര ആർക്കിടെക്ചറുകളുടെ നല്ലൊരു ബ്ലെൻഡ് ആയിട്ടാണ്. ധാരാളം പ്രാവുകൾ ഇങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ധാന്യം ഇട്ട് കൊടുക്കണ കാരണം അവിടെ തന്നെ താമസം. 19ാം നൂറ്റാണ്ടിൽ മഹാരാജ സർദാർ സിംഗ് പണിത ഇതിന്റെ ക്ലോക്ക് ബിഗ് ബെന്നിന്റെ അതേ നിർമ്മാതാക്കളാണ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴും വർക്കിംഗ് ആണ്, ബ്രിട്ടീഷ് മെയ്ഡാണ്. അപ്പോൾ ഉള്ളി കയറി 5ാം നിലയുടെ മുകളിൽ നിന്ന് സിറ്റി കാണാം, പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും കാണാം. ദാ ഹിസ്റ്ററി ഓഫ് ക്ലോക്ക് ടവർ കൂടെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റേഴ്സ് കുറച്ച് ടഫാണ്, വളരെ നാരോ. എന്തായാലും മുകളിലെത്തി. किस साल में हो गई ये किस साल में बन गई? ये 1911 का 1911 ना 911 गढ़ी है ये। सैम लंदन और जोधपुर यहाँ का राजा था ना, राजा ने मंगाया सरदार सिंह नीचे है ना, नाल के पास पूरा स्टोरी है और कला का फोर्ट साइड. ഓ ലണ്ടനിൽ നിന്ന് വരുത്തി വെച്ചതാണത്. ഓ ഈ ക്ലോക്ക് ടവറിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഫങ്ഷനിങ് ആണ്. ക്ലോക്ക് ടവർ ഷോസ് ദ അക്യുറേറ്റ് ടൈം 1911 ലണ്ടൻ से आया है. हाँ लंदन से यहाँ का राजा ने मंगाया सरदार सिंह. ഈ 1911 സ്ഥാപിച്ച ഹെവി ഡ്യൂട്ടി പെൻഡുലം ആൻഡ് പുള്ളി സിസ്റ്റം ആണ്. അപ്പോൾ അത് ഈ മുഹമ്മദ് ഇക്ബാൽ പേര് എഴുതിയിട്ടുണ്ട്. ഈ പുള്ളിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ ജനറേഷൻസ് ആയിട്ട് ഈ ഇയാളുടെ ഫാമിലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൈസ്. ഈ ഘണ്ടാഗറിന്റെ 4ാം നില വരെ വിസിറ്റേഴ്സിന് എൻട്രി ഉള്ളൂ. അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് നല്ല സദർ മാർക്കറ്റിന്റെ നല്ലൊരു ആകാശ കാഴ്ച കിട്ടും. ചുറ്റുമുള്ള സിറ്റിയും അത്യാവശ്യം നന്നായിട്ട് കാണാം. അതുപോലെ നമ്മുടെ മെഹ്റാൻഗഡ് ഫോർട്ടും കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഈവനിങ് കാഴ്ചയാണിത്. അപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നമ്മൾക്ക് ചുമ്മാ സർദാർ മാർക്കറ്റിലെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് നടക്കുകയാണ്. എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഇതൊരു വാസ്റ്റ് എക്സ്പാൻസ് ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇതിലെ ശരിക്കും ഒറിജിനൽ ഷോപ്സ് സൈഡിലാണ്, പക്ഷെ പഴം പച്ചക്കറി മാർക്കറ്റുകളും സംഭവങ്ങളും ഡെയിലി ബേസിസ് സംഭവങ്ങളാണ് ഇപ്പോൾ അധികം കാണുന്നത്. ആ സൈഡിൽ കാണുന്നതാണ്. ഇത് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളൊരു ഏരിയ ആണല്ലോ പണ്ട് മുതലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ്സ്, ബാന്തിനി സാരീസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല ഫ്രഷ് ആൻഡ് കളർഫുൾ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ വാങ്ങാൻ തോന്നും. നമുക്ക് കുറച്ച് വാങ്ങി രാത്രി നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാം. വണ്ടി കയറിയ വിശപ്പ് കഴിഞ്ഞു കാണാനൊക്കെ. അല്ലേ മറ്റേ നല്ല സാധനം വാങ്ങുന്നു. നല്ല സാധനം എനിക്കറിയില്ല. ഓറഞ്ച് Rajasthan people is very liking this mango. It's so expensive. So coming to Maharashtra for traveling. No, just for nostalgia we are taking this. एक ही चाहिए. One piece. नहीं तो 1 किलो 1 किलो. वहाँ पे भी आज जा सकते हो, बता देंगे. और आपको इतना भी देखना है तो मेहरानगढ़ फोर्ट है ना, यहाँ से पूरा जोधपुर का व्यू दिख जाएगा. നമുക്ക് ബ്ലൂ സിറ്റി. അപ്പോൾ നമുക്കൊരു ബ്ലൂ സിറ്റി ഓട്ടോ റൈഡ് ചെയ്യാം. സീ യു സൂൺ. താങ്ക് യു ഫ്രം FTT.